ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഒരു ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്. ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയാണ്. അപ്പോൾ നമ്മുടെ വൈഫിന് ഒരു ആഗ്രഹം, ടെൻറ്റൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം, ടെറസിൽ സ്പെൻഡ് ചെയ്യാമെന്നൊരു ആഗ്രഹം. അപ്പോൾ പിന്നെ അത് നമുക്ക് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ കരീനയും കൂടെ ഉണ്ട് കേട്ടോ. കരീന നോക്കടി, കരീന ആകെ ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ടെറസിലൊക്കെ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പിന്നെ കരീനയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ടെറസിലൊക്കെ ഇങ്ങനെ ടെൻറ്റിലും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കരീനയ്ക്കും കൊടുക്കണം, പിന്നെ നമുക്കും കഴിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. എല്ലാവർക്കും സ്നേഹത്തോടെ നമ്മുടെ വീഡിയോയിലേക്ക് ഉറക്കപ്പെടാം സ്വാഗതം. അപ്പോൾ നമ്മുടെ ടെൻറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ, നേരത്തെ സെറ്റ് ചെയ്തു. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ ടെറസിലായതുകൊണ്ടേ നമ്മളിങ്ങനെ ഹോളോ ബ്രിക്സിൽ ഇങ്ങനെ കയറൊക്കെ കെട്ടിയാണ് ഇവനെ ഇങ്ങനെ സ്ട്രോങ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അകമൊന്ന് കാണിച്ചു തരാം. അതെന്താടാ? ഓക്കെ, ഇത് നമ്മൾ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടെൻറ്റിൻ്റെ അകവശം. അവിടെ ഇതുപോലെ വാതിലാണ് കേട്ടോ, നമ്മളത് തുറന്നിട്ടില്ല. തുറന്ന് നല്ല കാറ്റ് കിട്ടും. കുറച്ച് അത് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. ഈ രണ്ട് സൈഡിലും വിൻഡോ ആണ്. ഇവിടെ നമുക്ക് നെറ്റും ഉണ്ട്. നമുക്കിങ്ങനെ സിബ് തുറന്നിട്ട് ഇങ്ങനെ വിൻഡോ മാത്രമായിട്ട് ഇങ്ങനെ വെക്കാം. ഈ രണ്ട് സൈഡ് ഡോറാണ്. ഇതുപോലെ നമുക്കിങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിടാം എപ്പോഴും. പിന്നെ കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞാനത് മഴയത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഈ ടെറസ് ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ ടെറസിൽ വെള്ളം കെട്ടി നിന്നതുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഈർപ്പം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അത് അങ്ങനെ വെള്ളം ഒന്ന് പ്രശ്നമായി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചോർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടെൻറ്റ്. അടിപൊളി സാധനമാണ്. അഡ്രനെക്സ് ബൈ ഫ്ലിപ്കാർട്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ടെൻറ്റ് വീഡിയോ കണ്ടിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു, ഈ ടെൻറ്റ് എവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഉള്ള ഉത്തരവാണ്, ഈ ടെൻറ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവരുടെ പ്രോഡക്റ്റാണ്. ഏകദേശം 8000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. 4 പേരെ ഉൾക്കൊള്ളുന്ന ഒരു ടെൻറ്റാണിത്. നല്ല പ്രോഡക്റ്റാണ്. കരീന വാ. കരീച്ച ഹാപ്പി ആട്ടോ നമ്മുടെ കരീന ബേബി. കരീന ബേബി അവിടെ ഇരുന്നേ, അവിടെ ഇരിക്കടേ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നേ. കരീന വയ്ക്കാൻ ചിരിയാട്ടോ. ചിഞ്ചമ്മയുടെ കൂടെ ഇരിക്കുകയാണോ? ചിഞ്ചമ്മയുടെ കൂടെ ഇരിക്കുകയാണോ? അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. നല്ല മോളല്ലേ അവിടെ ഇരുന്നേ. ഓ, നമ്മളെന്താണ് ചെയ്യുന്നത്? കരീനക്ക് എന്താ വേണ്ട കഴിക്കാൻ? എന്താ കരീന കുട്ടിക്ക് വേണ്ടത് കഴിക്കാൻ? എന്താടി വേണ്ടത് നിനക്ക് കഴിക്കാൻ? എന്താടി പരിപാടി? കട്ടൻ ഇടണം. പിന്നെ ഇതില് മാഗി ഉണ്ടാക്കണം. ഫ്ലിപ്കാർട്ട്
ഓക്കെ ഓക്കെ. ഒക്കെ ഉദ്ഘാടനമാണ് പാത്രമൊക്കെ അല്ലേ? അതെ. എല്ലാ സാധനവും ഉണ്ടോ? മാഗിയുണ്ട്, പിന്നെ മുട്ടയുണ്ട്, നമ്മുടെ നാടൻ കോഴിയുടെ മുട്ട കേട്ടോ, 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്? ദോശമാവ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒരു ടിന്ന് എടുത്തുകൊണ്ട് വന്നു. അത് വലിയൊരു ദോശ ഉണ്ടാക്കി തിന്നാം അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ കരീനയ്ക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണം. കരീന, കരീന ഇങ്ങനെ കറങ്ങി കിടക്കാം കേട്ടോ. ഓക്കെ. നമ്മുടെ മാഗി അതിലേക്ക് ഇടുകയാണ് കേട്ടോ. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ മാഗി അതിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ പാത്രമൊക്കെ, കുക്ക് ചെയ്യുന്ന പാത്രമൊക്കെ. അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ മസാല അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് മാഗി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നൊക്കെ നമുക്ക് അറിയാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അതായത് ഒരു പാക്കറ്റ് മതിയോ? മതിയാവുമല്ലോ അല്ലേ? പോരെ? 2 ഇടണോ? ആ, നമ്മുടെ സ്റ്റൗ ഉണ്ടോ? ഇതെൻ്റെ മൂത്ത ചേച്ചി വാങ്ങിച്ചു തന്നെ കേട്ടോ. അവൾ ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ്, എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഈ ഗ്യാസ് സിലിണ്ടറും പിന്നെ സ്റ്റൗവും കൂടെ ചേർന്നുള്ള കേട്ടോ. ഇതിങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പുള്ളിക്കാരി എനിക്ക് വാങ്ങിച്ചത്. താങ്ക് യു ചേച്ചി. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി കേട്ടോ, കൊച്ചറാണി ചേച്ചിക്കാണ് താങ്ക്സ്. അപ്പോൾ നടക്കട്ടെ, കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണാം. മതി മതി. ഇനി എന്താ ഉണ്ടാക്കുന്നത്? ദോശ, ഒരു വലിയ ദോശ. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ ഇങ്ങനെ ഒരു കുപ്പിക്കകത്താക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ദോശ ഉണ്ടാക്കണം കേട്ടോ, അത് വലിയ ദോശ. ഓക്കെ, കഴിക്കട്ടെ? കുഴപ്പമില്ല കേട്ടോ, കാര്യം നമ്മൾ അത് മതി. പഞ്ചസാര മതിയോ? പോരെ? ഒരുപാട് വേണ്ടല്ലോ. പോരെ? ടീ ബാഗ്, ഗ്രീൻ ടീ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, ഇനി കഴിക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാൾ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അടങ്ങിയാലോ? ആ മാഗി എടുത്ത് ഇങ്ങോട്ട് കഴിച്ചോ. അത് വെച്ച് കഴിച്ചാൽ മതിയോ? ഇത് നമ്മളിവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഇതാ പുറത്ത് നമ്മുടെ കിച്ചൺ ഏരിയയിലാണ് ഒരു ലൈറ്റ് സെറ്റ് ചെയ്തത്. ഒഴിക്കടാ. ഓക്കെ. ഈ ദോശയ്ക്ക് എന്താ വേണ്ടത്? അത് മതിയോ? ഹാപ്പി അല്ലേ? പിന്നെ അപ്പോൾ തുടങ്ങിക്കും. അപ്പം എവിടെയോ കറങ്ങാൻ പോയിട്ട് താഴെയൊക്കെ പോയിട്ട് കരീന കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി കേട്ടോ. കറക്റ്റ് നമ്മുടെ ഫുഡിൻ്റെ ടൈമിൽ കരീന ഇവിടെ എത്തി. കരീന അതെ, രണ്ടുപേരും എടുത്തോ. ദേ പോകും, ദേ വന്നേ, ബാ ബാ. ഇതിനകത്ത് വെച്ചോ, ഇത് കഴിവെടുത്താൽ പോരാ. കരീനയ്ക്ക് നമ്മൾ ഓംലെറ്റ് കൊടുക്കുകയാണ്.
എന്നാ മോളെ നമ്മളെ കരീന അങ്ങ് താഴെ പോയി. കരീനയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ പങ്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ്. പുള്ളിക്കാരി താഴെ പോയി. ഇപ്പം ഞാൻ താഴെ പോയിട്ട് കുറച്ച് മീൻകറി കൊണ്ടുവന്നു കേട്ടോ, ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പം മീൻകറിയാണ്, വങ്കടക്കറിയാണ്. ഇതിലേക്ക് ഒഴിക്കടാ. മുളകിട്ട കറിയാണ് കേട്ടോ. മതി. എങ്ങനെയുണ്ട് ടീ? സൂപ്പർ ടീ അല്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വന്നു കേട്ടോ. എന്താ താമസിച്ചേ? അമ്മ എന്താ താമസിച്ചെന്ന്? താഴെ ജോലി ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ കരീന വന്നു അടുത്ത ട്രിപ്പ്. ഈ കരീച്ചി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നോ? ഓക്കെ, ഇനി എപ്പോഴാ? അടുത്ത ഉറക്കപ്പുറ അടുത്ത ആഴ്ച. ഇനി വല്ലപ്പോഴൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അല്ലേ കരീന? ടാറ്റ പറഞ്ഞേ. കരീന ഓടി വാ ടാറ്റ പറ. ടാറ്റ പറഞ്ഞേ. ടാറ്റ.